ഏറ്റവും ഉയരം കൂടിയ അതിമനോഹരമായ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നൊഗാലിക എന്നാണ് അതിൻ്റെ പേര്. എന്നാൽ ആ വെള്ളച്ചാട്ടത്തിന് പിന്നിൽ ഒരു കഥ തന്നെയുണ്ട്. ഓരോ ഇന്ത്യക്കാരനും കേട്ടിരിക്കേണ്ട കഥ. ഒരിക്കലും മനസ്സ് കല്ലാക്കാതെ ആ കഥ നമുക്ക് കേട്ടു തീർക്കാനേ ആവില്ല. അറിയാതെയാണെങ്കിലും സ്വന്തം മകളെ ഭക്ഷിച്ചു പോയൊരമ്മ. എന്താവും അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അതും നൊഗാലികയും തമ്മിൽ എന്താകാം ബന്ധം? മേഘാലയയിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലമായ ചിറാപുഞ്ചിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിൽ നിന്ന് 340 മീറ്റർ ഉയരത്തിൽ നിന്ന് വെള്ളം വീഴുന്നു. അത് ഏകദേശം 1115 അടി വരും. താരതമ്യേന ചെറിയ പീഠഭൂമിയുടെ കൊടുമുടിയിൽ ശേഖരിക്കപ്പെടുന്ന മഴവെള്ളമാണ് നൊഗാലികായ് വെള്ളച്ചാട്ടത്തിന് ആഹാരം നൽകുന്നത്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള വരണ്ട സീസണിൽ ഇതിന്റെ ശക്തി കുറയുകയും ചെയ്യും. ഈ വെള്ളച്ചാട്ടത്തിന് താഴെ അസാധാരണമായ പച്ച നിറത്തിലുള്ള വെള്ളമുള്ള ഒരു പ്ലഞ്ച് പൂളുണ്ട്. അതായത് വെള്ളച്ചാട്ടത്തിന്റെ അടിത്തട്ടിലെ നുരഞ്ഞ വെള്ളത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന പച്ച നിറത്തിലുള്ള ഒരു കുളം. അതിന്റെ ദൃശ്യഭംഗിയാണ് ഇതിനെ കൂടുതൽ ആകർഷകമാക്കുന്നത്. ഇടതൂർന്ന ഇരുണ്ട മേഘങ്ങളുടെ പശ്ചാത്തലത്തിൽ പച്ചപ്പ് നിറഞ്ഞ കാടിനും മൂടൽമഞ്ഞും നിറഞ്ഞ ഈ മഴവെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം എന്നത് വർണ്ണിക്കാനേ ആകില്ല. മുമ്പ് പറഞ്ഞല്ലോ, ഈ അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിന് ഒരു കഥ പറയാനുണ്ട്. ആ കഥ കേട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ ദൃശ്യഭംഗിയിൽ ആകൃഷ്ടരായി നിങ്ങൾക്ക് സങ്കടം തോന്നിയേക്കാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളെ നിരാശയിലേക്ക് തള്ളിവിട്ടേക്കാം. അപ്പോൾ എന്തായാലും വൈകിപ്പിക്കുന്നില്ല, നേരെ ആ കഥയിലേക്ക് പോകാം. നൊഗാലികായ് വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള രംഗ്ജിർത്ത് എന്ന ഗ്രാമത്തിൽ കാലികായ് എന്ന ഒരു സ്ത്രീ താമസിച്ചിരുന്നു. കാലികായ്, കാ എന്നത് ഗാസിയിലെ സ്ത്രീലിംഗത്തിന് നൽകിയിരിക്കുന്ന ഉപസർഗമാണ്. അതായത് അവിടുത്തെ സ്ത്രീകളുടെ പേരിനൊപ്പം കാ എന്നുകൂടി ചേർത്താണ് വിളിക്കുക. നമ്മുടെ കാലികയ്ക്ക് ഒരു സുന്ദരിയായ കൊച്ചു കുഞ്ഞുമുണ്ടായിരുന്നു. കുഞ്ഞ് ജനിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്തോ ഒരു അപകടം പറ്റി അവളുടെ ഭർത്താവ് മരണപ്പെട്ടു. ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് പുനർവിവാഹമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലെന്ന് അവൾ കണ്ടെത്തി. കാരണം അവൾക്കും കുഞ്ഞിനും തനിച്ച് ആ സമൂഹത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ അവൾ രണ്ടാമത് വിവാഹം കഴിച്ചു. അപ്പോൾ കാലികയ്ക്കും അവളുടെ കൈക്കുഞ്ഞുമായ മകൾക്കും ജീവിക്കാൻ വേണ്ടി അവളൊരു ചുമട്ടു തൊഴിലാളിയായി ജോലി ചെയ്യാനും തുടങ്ങി. അതോടെ അവൾക്ക് ആ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയതേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പിന്നെ ശേഷിക്കുന്ന സമയം അവളുടെ ആ പൊന്നോമനയ്ക്ക് വേണ്ടി ചിലവഴിക്കാൻ തുടങ്ങി. ആ സ്ത്രീ മകളോട് കാണിക്കുന്ന കരുതലും വാത്സല്യവും കണ്ട് പുതിയ ഭർത്താവിന് അത് അരോചകമായി തോന്നി. അയാൾക്ക് വേണ്ടി തന്റെ ഭാര്യ സമയം ചിലവഴിക്കുന്നില്ലെന്ന ചിന്തയിൽ അയാൾക്ക് ആ കുഞ്ഞു മകളോട് വെറുപ്പും ദേഷ്യവും നുരഞ്ഞു പൊന്തി. തൻ്റെയും തൻ്റെ ഭാര്യയുടെയും പുതിയ ജീവിതത്തിൽ ആ കുഞ്ഞുമകൾ ഒരു വലിയ കരടായിട്ടായിരുന്നു അയാൾക്ക് തോന്നിയത്. വിശന്ന് കരയുന്ന ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ചീളുകളൊക്കെ അയാൾക്ക് ശല്യമായി മാറിയിരുന്നു. ഒടുവിൽ ആ വെറുപ്പും ദേഷ്യവുമൊക്കെ അയാൾ ഒരു വലിയ ക്രൂരതയിലേക്ക് തള്ളിവിട്ടു. തനിക്കും ഭാര്യയ്ക്കും സന്തോഷമായി ജീവിക്കാൻ വേണ്ടി അയാൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ കാലികൈ രാവോ പകലോ വ്യത്യാസമില്ലാതെ തൻ്റെ കുഞ്ഞുമകൾക്ക് വേണ്ടി എല്ലുമുറിയെ അധ്വാനിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അയാൾ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. കാലികൈ ജോലിക്ക് പോകുവാനായി അയാൾ കാത്തിരുന്നു. അവൾ പോയതും തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കുഞ്ഞിനെ ക്രൂരത നിറഞ്ഞ ചിരിയോടുകൂടി വാരിയെടുത്ത് വീടിന്റെ അടുക്കളയിലേക്ക് നടന്നു. ഒരു മനുഷ്യനും സഹിക്കാനാവാത്ത രീതിയിൽ തികച്ചും പൈശാചികമായിട്ടായിരുന്നു ആ കൊലപാതകം. ആ നിഷ്കളങ്കമായി ഉറങ്ങുന്ന ഓമന മുഖത്തേക്ക് പൈശാചികമായ ചിരിയോടുകൂടി നോക്കിക്കൊണ്ട് ദയലവലേശം പോലും തോന്നാതെ കയ്യിലെ കടാര ഉപയോഗിച്ച് ആ കുഞ്ഞുമകളുടെ ജീവൻ അറുത്തുകൊന്നു. അവിടെയും തീർന്നില്ല. തന്റെ മനസ്സിലെ ക്രൂരതയ്ക്ക് ശമനം വരുന്നതുവരെ ആ ക്രൂരൻ ആ കുഞ്ഞിനെ തുണ്ടം തുണ്ടമായി വെട്ടി. ശേഷം കുട്ടിയുടെ മാംസം കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്തു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ലിക്കായ് മകളെ കാണാത്തതിൽ അവൾ അടുത്ത വീട്ടിലെ കുട്ടികളോടൊപ്പം കളിക്കാൻ പോയിരിക്കാമെന്ന് കരുതി. ഇതിനിടയിൽ തന്റെ ഭർത്താവ് തനിക്കായി ഭക്ഷണം പാകം ചെയ്തു തറിഞ്ഞ് ലിക്കായ്ക്ക് ആശ്ചര്യവും സന്തോഷവും തോന്നി. പ്രണയം നടിച്ച് ഭർത്താവ് ലിക്കായ്ക്ക് ഭക്ഷണം വിളമ്പി നൽകി. ഭക്ഷണത്തിന് ശേഷം വെറ്റില ചവയ്ക്കുന്ന ശീലം ലിക്കായ്ക്കുണ്ടായിരുന്നു. അവൾ അതിന് പാക്കുണ്ടാക്കുമ്പോൾ അതിന് സമീപത്തായി ഒരു ചെറിയ വിരൽ മുറിഞ്ഞു കിടക്കുന്നതായി കണ്ടു. അതോടെ തന്റെ പൊന്നോമനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾ മനസ്സിലാക്കി. ദേഷ്യവും സങ്കടം കൊണ്ട് നിമിഷ നേരം കൊണ്ട് ഭ്രാന്തിയായി മാറിയ ആ അമ്മ വെപ്രാളത്തോടെ ഓടാൻ തുടങ്ങി. ലക്ഷ്യബോധം ഏതുമില്ലാതെ മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം കയ്യിൽ പിടിച്ച തന്റെ കുഞ്ഞുമകളുടെ ഒരു തൂവാലയും മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. തന്റെ പൊന്നുമോളെ താൻ അറിയാതെയാണെങ്കിലും ബോധിച്ചല്ലോ എന്ന ചിന്ത അവളെ വല്ലാതെ തളർത്തിക്കളഞ്ഞിരുന്നു. അത് താങ്ങാനാവാതെ ഒടുവിൽ ആ വലിയ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും മരണത്തിന്റെ അനന്തതയിലേക്ക് അവൾ ചാടി വീണു. എങ്ങനെയാണല്ലേ പെറ്റ വയറിന് ഇതൊക്കെ താങ്ങാനാവുക? അങ്ങനെ ആ ലിക്കായിയുടെ സ്മരണയ്ക്കായാണ് വെള്ളച്ചാട്ടത്തിന് നൊഗാലികൈ എന്ന പേര് വന്നത് എന്നാണ് ഐതിഹ്യം. ഖാസി ഭാഷയിൽ നൊഗാലികൈ എന്നാൽ ലിക്കായിയുടെ കുതിപ്പ് എന്നാണ് അർത്ഥം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.